എല്ലാവർക്കും നമസ്കാരം. മാർച്ച് 13-ാം തീയതിയാണ് ആറ്റുകാൽ പൊങ്കാല. അപ്പോൾ പൊങ്കാല ഇടാൻ ആഗ്രഹിക്കുന്നവരും ഒരുപാട് വർഷമായിട്ട് തുടർച്ചയായിട്ട് പൊങ്കാല ഇടുന്നവരൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അവരെല്ലാവരും ദേവി അനുഗ്രഹിക്കട്ടെ എന്ന് ആദ്യമേ പറയാം കേട്ടോ. ഞാൻ നാട്ടിലാണ്, അതുകൊണ്ട് സൗണ്ടിൻ്റെയും ലൈറ്റിൻ്റെ കാര്യത്തിൽ കുറച്ച് കുറവുണ്ട്, എല്ലാവരും ക്ഷമിക്കാം കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ വ്രതം, ഇപ്പോൾ ഞാൻ ഈ വീഡിയോ കൂടുതൽ പറയുന്നത് പുതുതായിട്ട് ആറ്റുകാൽ പൊങ്കാലയിടാൻ ആഗ്രഹിക്കുന്നവരും വീട്ടിലിടാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ വേണ്ടിയിട്ടാട്ടോ ഇന്നത്തെ ഒരു വീഡിയോ എടുക്കുന്നത്. ഞാനൊരു തിരുവനന്തപുരംകാരിയാണ് കേട്ടോ. ഞാൻ എങ്ങനെയാണ് എൻ്റെ വീട്ടിലൊക്കെ എങ്ങനെയാണ് പൊങ്കാല ഇടുന്നതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. ആദ്യം തന്നെ വ്രതത്തിൻ്റെ കാര്യം പറയാം. വ്രതം എന്ന് പറയുന്നത് ഒരുപാട് കഠിന വ്രതവും കാര്യങ്ങളൊന്നുമില്ല. ഞങ്ങളുടെ നാട്ടിലൊക്കെ ചിലവർ ഉത്സവം തുടങ്ങുന്നതിൻ്റെ ആറ്റുകാൽ പൊങ്കാലയുടെ ഉത്സവം ക്ഷേത്രത്തിൽ തുടങ്ങുന്നതിൻ്റെ അന്ന് തൊട്ട് വ്രതം എടുക്കുന്നവരുണ്ട്. ചിലർ 5 ദിവസം എടുക്കുന്നവരുണ്ട്, ചിലവർ 3 ദിവസം എടുക്കുന്നവരുണ്ട്, ചിലവർ തലേന്ന് ഇപ്പോൾ 13-ാം തീയതിയാണ് ആറ്റുകാൽ പൊങ്കാലെങ്കിൽ 12-ാം തീയതി വ്രതം എടുക്കുന്നവരും ഉണ്ട് കേട്ടോ. അപ്പോൾ എങ്ങനെ വ്രതം എടുത്താലും കുഴപ്പമില്ല, നമ്മൾ മനസ്സിൻ്റെ നന്മ പോലെ ഇരിക്കും. ആറ്റുകാൽ പൊങ്കാല ദേവിക്കായിട്ട് നമ്മളൊരു പ്രസാദം ദേവിക്ക് കൊടുക്കുകയല്ലേ. അപ്പോൾ എന്തായാലും ദേവി സന്തോഷത്തോടെ നമ്മൾ നിറഞ്ഞ മനസ്സോടെ കൊടുത്താൽ ദേവി എന്തായാലും ഇത് സ്വീകരിക്കും കേട്ടോ. ഇപ്പോൾ വ്രതം എന്ന് പറയുന്നത് കഠിന വ്രതമോ കാര്യങ്ങളോ ഒന്നുമല്ല. നോൺ വെജ് കഴിക്കാൻ പാടില്ല, അത്രയേ ഉള്ളൂ. പിന്നെ എൻ്റെ വീട്ടിലൊക്കെ ആണെങ്കിൽ തലേ ദിവസം ഇപ്പോൾ പൊങ്കാലയുടെ അന്ന് 12-ാം തീയതി, ഇപ്പോൾ 13-ാം തീയതി പൊങ്കാലാണെങ്കിൽ 12-ാം തീയതി ഉച്ചയ്ക്ക് ഒരു നേരം പച്ചരി ചോറാണ് കഴിക്കുന്നത്. പച്ചരി ചോറും തൈരും അങ്ങനെയൊക്കെയാണ് കഴിക്കുന്നത്. 2 നേരം ഗോതമ്പ് കഴിക്കും. അങ്ങനെ പറ്റാത്തവർക്ക് നോൺ വെജ് മാത്രം കഴിക്കാതെ സാധാ രീതിയിൽ വ്രതം എടുക്കാം, അതൊന്നും ഒരു കുഴപ്പമില്ല. പക്ഷേ ദേവിയുടെ ഈ 2 നേരം കുളിച്ച് ദേവി സ്തോത്രങ്ങൾ ലളിതാ സഹസ്രനാമമൊക്കെ ജപിക്കുന്നത് ഏറ്റവും നല്ലതായിരിക്കും കേട്ടോ. അപ്പോൾ വ്രതത്തിൻ്റെ കാര്യം അത്രയേ ഉള്ളൂ. പിന്നെ ഇപ്പോൾ വീട്ടിൽ പൊങ്കാല ഇടാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ വീട്ടിൽ തലേ ദിവസം തന്നെ ഞങ്ങൾ ഇപ്പോൾ വ്രതം തുടങ്ങുന്നതിൻ്റെ തലേന്ന് തന്നെ വീട് പരിസരമൊക്കെ നന്നായിട്ട് വൃത്തിയാക്കുക. ചാണകവെള്ളം കിട്ടുന്നെങ്കിൽ അത് നല്ലതായിരിക്കും. അത് മുറ്റത്ത് എവിടെയാണോ നമ്മൾ പൊങ്കാല ഇടാൻ ആഗ്രഹിക്കുന്നവർ ആ സ്ഥലത്ത് തളിക്കുന്നത് നന്നായിരിക്കും. പിന്നെ വീട്ടിലാണെങ്കിലും അമ്പലത്തിലാണെങ്കിലും ആദ്യം പൊങ്കാല ഇടുന്നതിന് മുമ്പേ ഗണപതി ഭഗവാന് കൊടുക്കണമല്ലോ, പടുക്ക വെക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു തുമ്പല എടുക്കുക. ഒരു തുമ്പല ഇപ്പം വീട്ടിൽ ഇപ്പോൾ ചാണകമൊക്കെ തളിച്ചിരിക്കുന്ന സ്ഥലമുണ്ടല്ലോ, അവിടെയായിട്ട് ഒരു തുമ്പല വയ്ക്കുക. തുമ്പല വെച്ചതിന് ശേഷം നിലവിളക്കും, ഇങ്ങനെ സാധാരണ ഗണപതി കുറുക്കുന്നൊക്കെ എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ. വിളക്ക് വയ്ക്കുക, പൂക്കൾ വയ്ക്കുക, കിണ്ടി സാമ്പ്രാണിത്തിരിയൊക്കെ വയ്ക്കുക. ശേഷം അവലും മലരും ഒക്കെ ഉണ്ടല്ലോ അത് വയ്ക്കുക, പഴം വയ്ക്കുക, ശർക്കര വയ്ക്കുക, തേങ്ങ വയ്ക്കുക, ഒരു നാഴിയിൽ അരി അല്ലെങ്കിൽ നെല്ല് വയ്ക്കുക. പിന്നെ ചെയ്യുന്നത് ഇപ്പോൾ പുതുവസ്ത്രങ്ങളായിരിക്കണം കേട്ടോ അന്ന് ധരിക്കേണ്ടത്. ഇപ്പോൾ പുതിയതായിട്ടുള്ള ഏതെങ്കിലും, ഒരുപാട് വിലയുള്ളതൊന്നുമല്ല, നമുക്ക് പുതിയ ഏതെങ്കിലും അന്ന് നമ്മുടെയൊക്കെ പുതിയ ഡ്രസ്സൊക്കെ മേടിച്ചായിരിക്കും പൊങ്കാല ഇടാൻ പോകുന്നത്. പുതിയ ഡ്രസ്സ് ഇടും. പിന്നെ ഉള്ളത് പാത്രങ്ങളും, ഇത് സാധാരണ എല്ലാവർക്കും അറിയാം, മൺപാത്രങ്ങളൊക്കെ പുതുതായിട്ടൊക്കെ മേടിക്കും അന്നത്തെ ദിവസം, അത് ചെയ്യുക. പിന്നെ ഉള്ളതെന്ന് പറയുന്നത് ഞങ്ങളൊക്കെ പൊങ്കാല ഇടുന്ന സമയത്ത് അന്ന് പൊങ്കാല തിളച്ച് തൂവി ഒക്കെ ശേഷമായിരിക്കും ചിലവർ ആഹാരം കഴിക്കുന്നത്. ചിലർ പൊങ്കാല ഇട്ട് എല്ലാം കഴിഞ്ഞതിന് ശേഷമായിരിക്കും ആഹാരം കഴിക്കുന്നത്. അസുഖങ്ങളും ഒക്കെ ഉള്ളവർ കാണുമല്ലോ, അപ്പോൾ അവർക്കൊക്കെ ഇത് ഇങ്ങനെ ആഹാരം കഴിക്കാതെ ഇരിക്കാനൊന്നും പറ്റില്ലല്ലോ. അപ്പോൾ അതൊന്നും ഒരു കുഴപ്പമില്ല, ഓരോരുത്തരുടെ ആഗ്രഹം പോലെ. ഇപ്പോൾ ഞാൻ തിളച്ച് തൂവിയതൊരു പൊങ്കാല പായസം തിളയ്ക്കുക, ആ സമയത്ത് ഞാൻ ആഹാരം കഴിക്കാൻ, വെള്ളം കുടിക്കാൻ എന്നൊക്കെ ആഗ്രഹിക്കുന്നവരുണ്ടല്ലോ, അപ്പോൾ അതേപോലെ ചെയ്താൽ മതി. ഞാനൊക്കെ പൊങ്കാല ഇട്ട് കഴിഞ്ഞതിന് ശേഷമാണ് ഫുഡ് കഴിക്കുന്നത് കേട്ടോ. ഓരോരുത്തരുടെ ആരോഗ്യസ്ഥിതി നോക്കിയിട്ട് വേണം. ഫുഡ് കഴിക്കാതെ ഇരുന്നിട്ട് ഇത് ചെയ്യരുത്, അവസാനം തലയിറങ്ങി ഒന്ന് വീഴേണ്ടി വരും. പിന്നീട് വീട്ടിൽ ഫ്ലാറ്റുകളിൽ, ഇപ്പോൾ ഞാനൊക്കെ ഇപ്പോൾ പുറത്ത് ഉള്ള ഒരു ഗൾഫിലുള്ള വ്യക്തിയാണ്. അപ്പോൾ ആ സമയത്ത് നമുക്ക് നാട്ടിലൊന്ന് പൊങ്കാല ഇടാനൊന്നും സാധിക്കില്ലല്ലോ. അപ്പോൾ ആ സമയത്ത് വീട്ടിലാണ് പൊങ്കാല ഇടുന്നതെങ്കിൽ, ഫ്ലാറ്റുകളിലാണെങ്കിൽ പൊങ്കാല ഇടുന്നതെങ്കിൽ വീട് സാധാരണ എല്ലാ വീടുകളും നന്നായിട്ട് തൂത്ത് തുടയ്ക്കുക. പുണ്യാഹം ഉണ്ടെങ്കിൽ പുണ്യാഹം തളിക്കുക. ഇപ്പോൾ പുണ്യാഹം കിട്ടാത്തവരാണെങ്കിൽ ഒരു വെള്ളത്തിൽ തുളസി ഇല ഇട്ടിട്ട് ആ വെള്ളം വീട് മുഴുക്കെ തളിക്കുക കേട്ടോ. ശേഷം നമ്മൾ എവിടെയാണ് പൊങ്കാല ഇടുന്ന ഗ്യാസ് അടുപ്പിലായിരിക്കുമല്ലോ,
അപ്പോൾ അവിടെ നന്നായിട്ട് തുടച്ച് ഈ തുളസി തീർത്ഥം ഒന്ന് തളിക്കുക കേട്ടോ. എന്നിട്ടൊരു പൂവും ഒരു ചന്ദനം കൊണ്ട് പൊട്ടിടുക. അങ്ങനെ വേണം. പിന്നെ ഈ 2-3 ദിവസത്തേക്ക് ആ വീട്ടിൽ നോൺ വെജ് വെക്കാതിരിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. കാരണം ഒരു പൊങ്കാല ഇടുന്ന നമ്മൾ അത്രത്തോളം ശുദ്ധിയായിട്ട് വയ്ക്കുന്ന സ്ഥലമാണല്ലോ. അപ്പം വീടുകളിൽ ഈ ഗ്യാസ് അടുപ്പിലൊക്കെ പൊങ്കാല വയ്ക്കുന്നവരാണെങ്കിൽ 2-3 ദിവസത്തിന് മുമ്പേ നോൺ വെജോ കാര്യങ്ങളോ ഒന്നും വയ്ക്കാതിരിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഞാൻ ഫ്ലാറ്റ് താമസിച്ചിരുന്നപ്പോൾ അങ്ങനെയായിരുന്നു ചെയ്തിരുന്നത്. പിന്നെ അപ്പോൾ ദേവിയുടെ ഫോട്ടോയിൽ ഒരു ആറ്റുകാലമ്മയുടെ ഫോട്ടോ ആണല്ലോ. അപ്പം ഞാൻ ചെയ്യുന്നത് ആറ്റുകാലമ്മയുടെ ഫോട്ടോ വയ്ക്കും, അടുക്കളയിൽ തന്നെ വയ്ക്കും. എവിടെയാണ് ഞാൻ പൊങ്കാല ഇടുന്നത്, നമ്മൾ ഗ്യാസ് അടുപ്പിൻ്റെ നമുക്ക് സ്ഥലമുണ്ട്, കിഴക്ക് ഭാഗത്ത് നോക്കിയിട്ട് ദേവിയുടെ ഫോട്ടോ വയ്ക്കും. ഇതേപോലെ ഗണപതിക്കുള്ള പടുക്ക വയ്ക്കും. പിന്നെ തേങ്ങ അത് എല്ലാം വയ്ക്കും. പിന്നെ വിളക്ക്. ഇപ്പോൾ ഇവിടുത്തെ സമയം അനുസരിച്ച് നമ്മളെ എവിടെയാണോ ഈ ആറ്റുകാൽ പൊങ്കാല ഇടുന്ന ടൈം ഉണ്ടല്ലോ, അപ്പോൾ ആ സമയം നോക്കിയാണ് ഞാൻ അവിടെയാണെങ്കിലും ചെയ്യുന്ന വീട്ടിൽ ആ സമയമായിരിക്കും ഞാൻ പൊങ്കാല ഇടാൻ തുടങ്ങുന്നതും കേട്ടോ. പിന്നെ വീട്ടിൽ ഇതേപോലെ നേദിക്കാനൊന്നും പറ്റത്തില്ലല്ലോ. അപ്പോൾ ആ സമയത്ത് നമ്മൾ ആ വിളക്ക് ഒരുക്കുമ്പോൾ വെച്ചിരുന്ന കിണ്ടിയിലുള്ള പൂവും ഒക്കെ വെച്ചിട്ട് നമുക്ക് തന്നെ നേദ്യം തളിക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ എല്ലാവരെയും സത്യം എനിക്ക് നല്ല അനുഭവമുള്ളൊരു ഇതാണ്. എൻ്റെ ആറ്റുകാലമ്മ ഒരിക്കലും എന്താ പറയുക, പ്രാർത്ഥിച്ചാൽ അമ്മ കൈവിടില്ല, ഉറപ്പാണ്. അത്രത്തോളം ശക്തിയുള്ള ദേവിയാണ്. മനസ്സുരുകി അമ്മയെ നല്ല രീതിയിൽ മനസ്സുരുകി പ്രാർത്ഥിച്ചാൽ അമ്മ എന്തായാലും ആ പ്രാർത്ഥന കേൾക്കും, അതിനുള്ള ഫലവും നമുക്ക് തരും. നല്ല ചിന്തയോടെ നല്ല പൂർണ്ണ വിശ്വാസത്തോടെ കുടുംബത്തിന് ഐശ്വര്യം സമാധാനവും സന്തോഷവും ഒക്കെ ദേവി നമുക്ക് ഈ ഒരു ആറ്റുകാൽ പൊങ്കാല ഇടുമ്പോൾ നമുക്ക് എന്തായാലും കിട്ടും. പിന്നെ ദീർഘസുമംഗലിയായിരിക്കാൻ വേണ്ടിയിട്ട് ഈ വ്രതം എടുക്കുന്ന സമയങ്ങളിലും ഒക്കെ നെറ്റിയിൽ സിന്ദൂരം, താലിയിൽ ചന്ദനക്കൂട്, ഇപ്പോൾ ചിലർ പറ അന്ധവിശ്വാസം കാര്യങ്ങളൊക്കെ ആണെന്ന്. അവരവർക്ക് ഇഷ്ടമാണെങ്കിൽ, അവർക്ക് വിശ്വാസമാണെങ്കിൽ തീർച്ചയായിട്ടും അത് ചെയ്യാം. അത് അന്ധവിശ്വാസമാണെന്ന് മറ്റുള്ളവർ പറയാലും എന്താ പറയുക, അത് ഒന്നും പറയാനില്ല. നമുക്കത് തർക്കിക്കാനോ ഒന്നും എനിക്ക് വരില്ല. നമുക്കൊരു വിശ്വാസം ഉണ്ടെങ്കിൽ നമുക്കത് ചെയ്യാം. നമ്മുടെ കുടുംബത്തിനും മക്കൾക്കും ഭർത്താവിനും എല്ലാവരും നമ്മളെ കുടുംബ ഐശ്വര്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ ദേവിക്ക് അർപ്പിക്കുന്ന ഒരു പ്രസാദമാണ്. അപ്പോൾ അത് ഇടാൻ സാധിക്കുന്നവർ എന്തായാലും ഞാൻ പറയാം, അമ്മേ പൊങ്കാലയിടാൻ സാധിക്കണേ എന്ന് വിചാരിച്ച് പ്രാർത്ഥിച്ചാൽ എന്തായാലും അമ്മ അത് നടത്തി തരും കേട്ടോ. അപ്പോൾ ആറ്റുകാൽ പൊങ്കാല ഇടാൻ ആഗ്രഹിക്കുന്നവരൊക്കെ പോയി ഇടാൻ പറ്റാത്തവർ ഒരിക്കലും വിഷമിക്കേണ്ട, വീട്ടിലും ഇടാം. വീട്ടിലും ഇതേപോലെ ഞാൻ പറഞ്ഞ രീതിയിലൊക്കെ വീട്ടിലും പൊങ്കാല ഇടാം. അല്ലെങ്കിൽ അടുത്ത വർഷം നമുക്ക് ഈ ഒരു പൊങ്കാല ഇടാവുന്നതാണ് കേട്ടോ. അങ്ങനെ നമുക്ക് സമാധാനിക്കാം. അപ്പോൾ ഇവിടെ കുറച്ച് സൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്, അപ്പോൾ എല്ലാവരും ക്ഷമിക്കുക കേട്ടോ. അപ്പോൾ എല്ലാവരും ദേവി അനുഗ്രഹിക്കട്ടെ എന്ന് വിചാരിക്കുന്നു. എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ട, എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. താങ്ക് യു.